ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ഒരു യൂണിറ്റ് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ആൻസർ കീ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആൻസർ കീ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ വീഡിയോയിൽ ആൻസർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ആൻസർ വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൻസർ കീ നമ്മൾ തരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റത്തെ സെക്ഷനിൽ നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷൻ എന്നുള്ളൊരു സെക്ഷൻ ആയിരുന്നു. 5 മാർക്കിൻ്റെ ആയിരുന്നു. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ്ന്റ് ചെസ്റ്റർ വാണ്ട് ടു ഗോ ടു സ്കൂൾ? എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകണ്ട എന്നുള്ള പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ്? വൈ ഡിഡ്ന്റ് പോകില്ല എന്നുള്ള ഡിസിഷൻ എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഹി തോട്ട് ഇറ്റ് വുഡ് ബി ടു സ്കെയറി. അതിൻ്റെ ആൻസർ ആണ് ബിക്കോസ് ഹി തോട്ട് ഇറ്റ് വുഡ് ബി ടു സ്കെയറി. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഹിസ് മദർ ഡു ടു കംഫർട്ട് ഹിം? അമ്മ എന്താണ് അവനെ കംഫർട്ട് ആക്കാൻ വേണ്ടി ചെയ്തത്? ഷി കിസ്ഡ് ഹിസ് പാം ആൻഡ് ഗേവ് ഹിം ദ കിസ്സിങ് ഹാൻഡ്. ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് മാജിക്കൽ തിങ് ഡിഡ് ഷി പ്രോമിസ് ചെസ്റ്റർ ഹിസ് പാം കുഡ് ഡു? എന്തായിരുന്നു ആ മാജിക്കൽ തിങ്? ദാറ്റ് വെൻ ഹി പ്രസ്ഡ് ഇറ്റ് ടു ഹിസ് ചീക്ക് ഹി വുഡ് ഫീൽ ഹെർ കിസ്. Next question, did it help him? How do you know? Yes, it made him feel braver. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 1 noun and 1 verb in the passage. ഒരു നൗണും ഒരു വെർബും മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിതിൽ 3 എഴുതിയിട്ടുണ്ട്. നൗൺ ചെസ്റ്റർ, പാം, സ്കൂൾ എല്ലാം നൗണാണ്. വെർബായിട്ട് കിസ്ഡ്, സെഡ്, ഫെൽറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഈ ആൻസറും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റും. ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്. ഇത് 5 മാർക്കിൻ്റെ ആണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ വൊക്കാബുലറി ആൻഡ് ഗ്രാമറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അതിൽ ചെസ്റ്റർ ഫെൽറ്റ് ഡാഷ് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെ ബ്രേവ് ആണ് കേട്ടോ. ചെസ്റ്റർ ഫെൽറ്റ് ഡാഷ് അവിടെ ബ്രേവ് എന്ന് എഴുതുക. വെൻ ഹിസ് മദർ കിസ്ഡ് ഹിസ് പാം. അടുത്തത് ഹി പ്രസ്ഡ് ഹിസ് ഹാൻഡ് ടു ഹിസ് ഡാഷ് ആയിരുന്നു. അവിടെ ചീക്ക് എന്ന് ഫില്ല് ചെയ്യുക. ഇനി ചേഞ്ച് ടു പാസ്റ്റ് ടെൻസ്. നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും, അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുക. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയ കാലം. അപ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക. അപ്പോൾ ചെസ്റ്റർ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്നുള്ളതാണ് ആൻസർ. ചെസ്റ്റർ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകണ്ടെന്നാണ് അവന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല പോകാൻ. മാച്ച് ദി ഓപ്പോസിറ്റ്സ്. ഇനി ഓപ്പോസിറ്റ് വേർഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് ഫിയർഫുൾ ആണ്. സ്കെയറിയുടെ ഓപ്പോസിറ്റ് സേഫ് ആണ്. ബ്രേവ്, ഫിയർഫുൾ, സ്കെയറി, സേഫ്. ഓക്കെ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആണ്. പ്ലൂറൽ ഫോം എഴുതുക കേട്ടോ. അപ്പോൾ സിംഗുലർ തന്നിട്ടുണ്ട്, പ്ലൂറൽ എഴുതുക. റക്കൂൺ, റക്കൂൺസ്. സ്കൂൾ, സ്കൂൾസ്. ഓക്കെ. 9 ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 6 മാർക്കാണ് വരുന്നതെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം എഴുതിയ ഒരാൾക്ക് 6 മാർക്ക് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സെക്ഷൻ സിയും ക്രിയേറ്റീവ് റൈറ്റിംഗിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 10th ക്വസ്റ്റ്യൻ ആൻസർ, ഐ വാസ് സ്കെയർഡ് ടു സ്ലീപ്പ് അലോൺ ഇൻ ദ ഡാർക്ക്. മൈ ഗ്രാൻഡ് മദർ ഗേവ് മീ എ സോഫ്റ്റ് ടെഡി ബിയർ. ഷീ ടോൾഡ് മീ ഇറ്റ് വുഡ് പ്രൊട്ടക്ട് മീ. ഐ ഹഗ്ഡ് ഇറ്റ് ആൻഡ് ഫെൽറ്റ് സേഫ്. നൗ ഐ ആം നോട്ട് സ്കെയർഡ് എനിമോർ. ഇതാണ് 10th ആൻസർ. ഇത് എക്സാമ്പിൾ ആൻസർ ആണ്. നിങ്ങൾക്കിത് വേറെ എഴുതാം. ഇത് നിങ്ങളോട് മാത്രമായിട്ട്, നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഓണിൽ എഴുതാവുന്നതാണ്. ഇത് സാമ്പിൾ ആൻസർ മാത്രമാണ്. 11th ആൻസർ, വൺസ് ഐ ഫെൽ ഡൗൺ വൈൽ റണ്ണിങ്. ഐ വാസ് ക്രൈയിങ്. മൈ മദർ കിസ്ഡ് മൈ ഫോർഹെഡ് ആൻഡ് വൈപ്ഡ് മൈ ടിയേഴ്സ്. ഹെർ കിസ് മെയ്ഡ് മീ ഫീൽ ലൗഡ്. ഐ സ്റ്റോപ്ഡ് ക്രൈയിങ്. 11th അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാനുള്ളത്, നിങ്ങൾ തിങ്ക് ചെയ്ത് എഴുതേണ്ടതാണ്. ഇതാണ് ആൻസേഴ്സ് ആയിട്ട് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആൻസേഴ്സും എഴുതാം കേട്ടോ. നിങ്ങൾ 2 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാ? 6 മാർക്ക്. 1-ന് 3, അടുത്തതിന് 3 കേട്ടോ. അടുത്തത് നമ്മുടെ സെക്ഷൻ ഡിയിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്സ് ആണ് കേട്ടോ.
ഹൂ ഈസ് ചെസ്റ്റർ റക്കൂൺ ആൻഡ് വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം? ചെസ്റ്റർ റക്കൂൺ ആരാണ്, എന്താണ് അയാളുടെ പ്രോബ്ലം? ചെസ്റ്റർ ഈസ് എ യങ് റക്കൂൺ ഹൂ ഈസ് അഫ്രൈഡ് ടു ഗോ ടു സ്കൂൾ. ഒരു യങ് റക്കൂണാണ്, പക്ഷെ സ്കൂളിലേക്ക് പോവാൻ പേടിയാണ്, അഫ്രൈഡ് ആണ്. വൈ ഈസ് ദ മദേഴ്സ് കിസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്? അപ്പോൾ മദറിൻ്റെ കിസ്സിങ് ഹാൻഡ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ഷീ കിസ്ഡ് ഹിസ് പാം ടു ലീവ് ഹെർ ലവ് ദർ സോ ഹി കുഡ് ഫീൽ ഇറ്റ് എനി ടൈം. അടുത്തത്, വാട്ട് ലെസൺ ഓർ മെസ്സേജ് ഡസ് ദ സ്റ്റോറി ഗിവ് us? ഈ ഒരു സ്റ്റോറി നമുക്ക് തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ലെസൺ എന്താണ്? ലവ് ആൻഡ് സപ്പോർട്ട് ഫ്രം ഫാമിലി ക്യാൻ ഹെൽപ്പ് us ഫേസ് അവർ ഫിയേഴ്സ്. നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ലവ് ആൻഡ് സപ്പോർട്ട് നമ്മുടെ ഭയങ്ങളെ നേരിടാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, ഇനി അടുത്തത് 2 ന്യൂ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ആണ്. ചീക്കും വിസ്പറും ആണ് പുതിയ വേർഡ്സ്. ചീക്ക് വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. ഐ ഹാവ് എ ഡിംപിൾ ഓൺ മൈ ചീക്ക്. വിസ്പർ ആണെങ്കിലോ, ഐ വിസ്പർ സീക്രറ്റ്സ് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 1-ന് 2 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഇതിന് 2, ഇതിന് 2, ഇതിന് 2, ഇതിന് അങ്ങനെ 8 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച ആൻസേഴ്സും ഇപ്പോൾ നമ്മൾ ഈ തന്ന ആൻസേഴ്സുമായിട്ട് നിങ്ങൾ മാച്ച് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ മാർക്ക് ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മുതൽ നമ്മൾ ഓണം എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഓണം എക്സാം വരികയാണ് ഓഗസ്റ്റോട് കൂടിയിട്ട്. അപ്പോൾ ഓണം എക്സാമിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ ഇടുക. ഓണം എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് ഓണം ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ആ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.